ലക്ഷത്തിന് മുകളിലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് ലീഡേഴ്സിലെ ദൈനംദിനം ഈ ബിസിനസ്സിൽ ഏത് രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം, നമ്മുടെ കമ്പനി എത്രത്തോളം ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടോ ആ കമ്പനിയെ ടോട്ടലി ബെനിഫിറ്റ് നേടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇപ്പോഴും. വളരെ ഫാസ്റ്റ് ആയിട്ട് കാലഘട്ടത്തിനെക്കാട്ടും സ്പീഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് വളരെ ശക്തമായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് അല്ലെ, നമുക്കറിയാം ഫിജിക്കാർട്ട്.com ഒരു കമ്പനിയിൽ നമ്മൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അല്ലെ. നമ്മളെ സംബന്ധിച്ചോളം സീറോ ഇൻവെസ്റ്റ്മെന്റിലുമാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ, നമ്മുടെ ടൈമാണ് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെ. അങ്ങനെ ആ സമയത്തെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് ഇന്ന് കമ്പനിയുടെ ഒരു 6th റാങ്ക് അല്ലെ, കമ്പനിയുടെ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നവർക്ക് അല്ലെ, ഒരുപാട് ബുദ്ധിയുള്ളവർക്കോ ഒരുപാട് ശക്തിയുള്ളവരല്ല വിജയിച്ചിട്ടുള്ളത്, കാലഘട്ടത്തിനനുസരിച്ച് മാറിയവര് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഒന്ന് മാറി ചിന്തിച്ചപ്പോൾ ആ സാറിന്റെ ജീവിതത്തിൽ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നടന്നു അല്ലെ. ലൈഫിൽ എന്താണ്, പേഴ്സണലി നടന്നു, ഫിനാൻഷ്യലി നടന്നു. അങ്ങനെ കമ്പനിയുടെ ഒരു 6th റാങ്കിന് നമുക്കറിയാം റൈഡർ ഫണ്ട് മേടിക്കുന്ന ഒരു റാങ്കാണ്. ഏകദേശം കഴിഞ്ഞ മാസം തന്നെ സാർ 2 തവണ തന്നെ 30,000 എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ സീലിംഗ് അച്ചീവർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ അപ്ലൈൻ ലീഡറാണ്. എല്ലാവർക്കും ഒരു പക്ഷേ ഈ ലീഡറെ പരിചയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആള് നമ്മുടെ ഫിജിക്കാർട്ടിന്റെ ഒരു സ്റ്റോറിന്റെ ഉടമ കൂടിയാണ് മാനന്തവാടിയുള്ള. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കമ്പനിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ഫാമിലിയിലേക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്റെ കരിയറെ വളരെ 100% ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന 6th റാങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് മാനന്തവാടിയിൽ നിന്നും അല്ലെ. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ട്രെയിൻ ഇല്ലാത്ത ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് ഇടുക്കിയാണ്, മാനന്തവാടി എന്നുള്ളത് അല്ലെ. പക്ഷെ ഇന്ന് അവിടെ പോലും നമ്മുടെ കാലഘട്ടത്തിന് ബിസിനസ് എത്തിയ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തും വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പങ്കുവഹിക്കാനായി എടുത്തിരിക്കുന്ന തീരുമാനം ശക്തമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് ഫിജിക്കാർട്ടിൽ ദ ബെസ്റ്റ് പെർഫോമറായ നമ്മുടെ ഡിവിഷണൽ സെയിൽസ് മാനേജറായ നമ്മുടെ ഡെന്നിസൺ സാറിനെ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാനും സാറിന്റെ എക്സ്പീരിയൻസും ഇനി സാറ് വന്ന വഴിയും ഇനി ഉണ്ടാവാനുള്ള ക്രിയേറ്റിവിറ്റിയെ പറ്റിയും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെന്നിസ് സാറെ ഈ ഒരു സെഷനിലേക്ക് വളരെ റെസ്പെക്റ്റോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഇൻവൈറ്റ് ചെയ്യാണ്. ഡെന്നിസൺ സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ, താങ്ക് യു ശരി സാറേ. ശരി സാറ് വളരെ എനർജറ്റിക് ആയിട്ടില്ലേ ഇന്നത്തെ MC സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നത്. ഞാനിതുവരെ DSM ആയെങ്കിലും പിന്നെ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ഞായറാഴ്ച നടക്കുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ട്, DSM ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ അതിൻ്റെ അകത്ത് MCയും പ്ലാൻ പ്രസന്റേഷനൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഞാൻ നടത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1000 പേരോട് അടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 1000 ആളുകളുടെ പ്രതീക്ഷയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡെന്നിസൺ. ഞാൻ വയനാട് മാനന്തവാടി എന്ന് പറഞ്ഞൊരു സ്വദേശത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ 6ാമത്തെ റാങ്ക് ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്നുള്ള റാങ്കിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്ത് വരികയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് വയനാട്ടിൽ ഒരു സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇച്ചിരി സ്പീഡായി കിട്ടണമെന്നാണ്. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ഒരു കുറച്ച് കാര്യം കൂടെ ചെയ്ത് പോവുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കാൻ പറ്റുക. കാരണം സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഫിജിക്കാർട്ട് ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞ് ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ വൈൻഡപ്പ് ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ, ഒരുപാട് ലീഡേഴ്സിൻ്റെ വോയിസൊക്കെ കേട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ വോയിസ് തടസ്സം വരുന്നുണ്ടെന്ന് പറയണം കേട്ടോ. കാരണം വെച്ചാൽ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രശ്നമുണ്ട് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മളിന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ലിങ്ക് കിട്ടിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഞാൻ പഴയ ലിങ്ക് എടുത്തിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് പോലും കുറച്ച് കയറാൻ വൈകിപ്പോയി. ശരസാറിനും കയറാൻ പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പുതിയ ലിങ്ക് വന്നു. അതിലൂടെ എല്ലാവരും കയറി. ഇപ്പോൾ എല്ലാവരും എനിക്കൊന്ന് 1000 പേര് നമ്മുടെ മീറ്റിങ്ങിൽ എത്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഫിജിക്കാർട്ട് ചെയ്യുന്നത് അല്ലേ?
സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും 100% ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒരു പകുതി വഴിയിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ നിന്ന് പോകാറുണ്ട്. അപ്പോ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ഇത്ര ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലേ. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എല്ലാ ടീമിനും ഈ പ്രോഗ്രാം നടക്കാറുണ്ട്. ഇപ്പൊ റൈസപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാനുണ്ടായ കാരണം അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് ചിന്തിച്ചപ്പോൾ മെറിറ്റ് ആയിട്ട് തോന്നിയത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. പ്രത്യേകിച്ച് മാനന്തവാടി എന്ന ഒരു പ്രദേശത്ത് അത്യാവശ്യം നല്ലൊരു പൊസിഷനിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഫിജിക്കാർട്ട് ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ചിന്തിക്കുന്ന ഒരു രീതിയിൽ എൻ്റെ ലീഡർ അല്ലെങ്കിൽ ഈ ബിസിനസ് എന്നോട് പരിചയപ്പെടുത്തിയ ഒരാൾ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, ഫുൾ ടൈം ആയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഏകദേശം ഒരു 18 വർഷം ഞാൻ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. 18 വർഷം കൊണ്ട് ഒരു 9 വർഷമായിട്ട് ഞാൻ ആ പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കും കൂടെ വന്നു. അങ്ങനെ വളരെ ലൈവായിട്ട് നിൽക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് ഞാൻ എൻ്റെ ഒരു ലീഡറെ പരിചയപ്പെടാൻ, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ലീഡറെ പരിചയപ്പെട്ടത്. അപ്പൊ ഞാൻ വൈഫ് ഒരു കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത് കുറെ കാലമായിട്ടുള്ള ആഗ്രഹം. പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മള് ഭാര്യയോട് പറയുമല്ലോ, പിന്നെ അല്ലേ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ പറയല്ലേ. അപ്പൊ അതേപോലെയൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പോയതാ. പക്ഷെ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ മാറിയപ്പോൾ നമുക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പിന്മാറി പോന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൈസ മൂലധനമായിട്ട് കണ്ടെത്തിയിട്ട് വേണമല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലിയൊരു കടമൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 100% വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വരാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഈ ഫിജിക്കാർട്ടിന്റെ കാര്യം ആദ്യം പറയുന്നത്. എൻ്റെ വൈഫ് ഒരു കോളേജിലെ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരി ആദ്യം കോഴിക്കോട് ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് പഠിച്ച് പോയ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ സ്റ്റുഡന്റ് ആണ് എന്നെ വിളിച്ച് സംഗീത ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, അല്ലെ വൈഫിനോട് പറഞ്ഞത്, സാറിങ്ങനെ രാഷ്ട്രീയം കൊണ്ടൊക്കെ നടക്കുന്നതല്ലേ, അപ്പോൾ സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്, കുറെ ആളുകളായിട്ട് ബന്ധമുള്ളതല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്തുകൂടാ, സാറോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ വൈഫ് വൈകുന്നേരം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പുള്ളി സംഗീത വിളിച്ചിരുന്നു, ഇങ്ങനെ ബിസിനസിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ നെറ്റ്വർക്കോ, എൻ്റെ പൊന്നു മോളെ പരിപാടിക്കൊന്നും നിൽക്കണ്ട. കാരണം വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഈ നെറ്റ്വർക്കിനോട് അത്ര ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വാചകം അടിക്കും. അവരിങ്ങനെ ഒരു ഇതായിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോൾ ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നടക്കും. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യല, അവരിലൊന്നും ആരും അങ്ങനെ സക്സസ് ആയി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഇത് കേൾക്കുന്നതിന് മുമ്പ്, ഈ സംഗീത എന്ന് പറഞ്ഞ കുട്ടി വിളിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. പുള്ളി 8 മണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പാവപ്പെട്ട വീട്ടിലൊരു പുള്ളി. ഒരു ദിവസം പുള്ളി നല്ല ബെൽറ്റൊക്കെ കെട്ടി എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, ഡെൻസേട്ടാ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ചേരാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്ക് ഉസാറാക്കാന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാനില്ല. കാരണം വെച്ചാൽ അദ്ദേഹം വന്ന് എനിക്കൊന്ന് ആരോ അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ചതാണ്, നല്ലോണം 8 മണി എടുക്കുന്ന ആളാണ്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ലൈഫിൽ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര സെറ്റ് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര മാസമായി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു. എന്നോട് 2 മാസമായി എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ആയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാനന്തവാടി ഗാന്ധി പാർക്കിൽ നിൽക്കുക. രാവിലെ വൈഫിന് വണ്ടി കയറ്റി വിടാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഈ പുള്ളി അവിടെ ഒരു ഗാന്ധി പ്രതിമേന്റെ പുറകിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതേ ഒരു കൈലിമുണ്ടൊക്കെ കൊടുത്ത് ഒരു ബാഗൊക്കെ തോളെ തൂക്കിയിട്ടുണ്ട്, പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ അടുത്ത് ഞാൻ വിളിച്ച്, അതല്ല എന്തായി ഇപ്പോ ലക്ഷപ്രൂവൊക്കെ മാറിയിട്ട് ഇപ്പൊ പഴയ പണി തന്നെ ആയോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു അതല്ല, അത് നമുക്ക് ശരിയാവില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് മാറി എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. കുറച്ച് ആളുകളെയൊക്കെ ജോയിൻ ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ടീമിൽ എന്തോ ആരും അങ്ങനെ ജോയിൻ ചെയ്തില്ല. അദ്ദേഹം ഇപ്പോൾ പഴയ ജോലിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു, കണ്ടോ അന്ന് ജോയിൻ ചെയ്യാത്തത് ഭാഗ്യമായി എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു സാധാരണക്കാരുടെ അഭിമാനത്തോടു കൂടി പോയില്ല, നമ്മുടെ ഇതൊന്നും പോയില്ല എന്നും വിചാരിച്ചിരിക്കുക. അപ്പോൾ വൈഫ് ഇത് തന്നെ പറഞ്ഞപ്പോഴോ എനിക്ക് തോന്നി, എന്ത് ഈ സംഗീതയോട് ഞാൻ അവളോട് പറഞ്ഞ് അതൊന്നും ശരിയാവില്ല, അതൊന്നും നടക്കൂല, ഇപ്പൊ ഞാൻ അത്യാവശ്യം ബിസിയിലാണ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഒന്നും ചെയ്താൽ നടക്കൂല എന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ആ കുട്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല മാഡം എന്താ സാർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാ സംഗീത വീണ്ടും വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ ഓഫ് ആക്കി വെക്കുക അല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ടൊരു മലയാളിന്റെ ഒരു തനി സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അന്നും വിളി കഴിഞ്ഞു. ഞാൻ അന്ന് എടുത്തില്ല. പിറ്റേ ദിവസം വീണ്ടും രാവിലെ വിളിച്ചു. അപ്പൊ സംഗീത എന്റെ കല്യാണത്തിനൊക്കെ വന്നുകൊണ്ടിരിക്കുക വന്നിട്ട് ഞാൻ പറഞ്ഞു, സംഗീത അതൊന്നും നടക്കില്ല, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ നേഴ്സാണ്, ബേബി മെമ്മോറിയലാണ് ജോലി ചെയ്യുന്നത്, എന്റെ ടീമിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് തരാൻ പറഞ്ഞു ടീമിന്റെ. അപ്പൊ ടീമിന്റെ കുറച്ച് ചെറുപ്പക്കാരൊക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ വയനാട്ടിൽ അഥവാ സ്റ്റാർട്ട് ചെയ്താലേ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ലേ സാറേ, ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം വെച്ചാൽ ഞാൻ ഇപ്പൊ ഭർത്താവ് ഗൾഫിലാണ്, അപ്പൊ പുള്ളിയൊക്കെ വരുമ്പോ വേണേ ഞാൻ വരാം, പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ എന്താണ് ഈ ഫിജി കാട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ സംഗീതന്റെ ഒരു ഇച്ചിരി കൂടെ മുതിർന്ന മാഡം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ സാറിങ്ങനെ ടീമിൽ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എസ്എം ആണെന്ന് തോന്നുന്നു, മാഡത്തിന്റെ പേരൊന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല കേട്ടോ, ഇപ്പൊ ഈ ഗ്രൂപ്പിലുണ്ടോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അത് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, മാഡം ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ കുറെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ഫിജി കാട്ട് എന്നുള്ളത്. അങ്ങനെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് സാറേ, സെറ്റ് ആവും, നമ്മൾ സൂപ്പറാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ വയനാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവരെന്ത് വണ്ടി എടുത്ത് വയനാട്ടിൽ വന്നു. വയനാട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ കാറിലിരുന്ന സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സാധാരണ എല്ലാ കമ്പനിക്കും ഉള്ള പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ മാച്ച് ചെയ്ത് ഇത്ര പൈസ കിട്ടും, പെർഫോമൻസ് ബോണസ് ഇത് കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പറഞ്ഞ് 5 ലക്ഷം വരെ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 10 ലക്ഷം രൂപ ടൂർ പാക്കേജ്. അപ്പൊ ഞാൻ വിചാരിച്ച് തള്ളു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരിത് പറഞ്ഞു 50 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു, അടുത്ത് ഇനി 1 കോടി ആയിരിക്കും. 1 കോടി. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്കല്ലേ തന്നെ അവിടെ മീറ്റിംഗ് നടക്കാണ്ട്, അതിന്റെ ഇടയ്ക്ക് വന്നതാണ്. അപ്പൊ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത്ര സീരിയസ് ആക്കിയില്ല. പിന്നെ പുള്ളി പറഞ്ഞു, സാറിന് ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ പുള്ളിന്റെ അക്കൗണ്ട്, അത്യാവശ്യം സീനിയർ ആയിട്ടുള്ളൊരു ലീഡറാണ്, പുള്ളിയുടെ അക്കൗണ്ട് എന്നെ എടുത്ത് കാണിച്ചു തന്നു. പുള്ളിന്റെ ബാങ്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, HDFC ബാങ്കാണ്. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, അതെടുത്ത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു. 1-ാം തീയതി തൊട്ട് സാറേ എനിക്കിപ്പോൾ അത് കണ്ടില്ലേ, 1500 മാച്ചിങ് ആയാലും 30,000 രൂപ ഡെയിലി കയറുന്നുണ്ട്. ഇപ്പൊ 28,500 കാണുന്നുണ്ട്. ഇങ്ങനെ പുള്ളി സ്ക്രോൾ ചെയ്തു. അപ്പൊ പറഞ്ഞു, എനിക്കിപ്പോ 5000 പോയിന്റ് മാച്ചിങ് ഉണ്ട്, 1500 പോയിന്റ് വന്നാൽ മതി. ഇപ്പൊ സാറ് ജോയിൻ ചെയ്താൽ എനിക്ക് പൈസ കിട്ടില്ല, കാരണം വെച്ചാൽ എന്റെ ടീമിലുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലാണ് എന്റെ ഒരു മനസ്സുടക്കിയത്. കാരണം അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരനുമാണ്, അദ്ദേഹത്തിന് ഇത്രയും വരുമാനം കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ? ഞാനാണ് പൈസയ്ക്ക് വേണ്ടി അത്യാഗ്രഹം മൂത്ത് നടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതേക്കുറിച്ച് ഇച്ചിരി സീരിയസ് ആയിട്ട് ചിന്തിക്കും. ഞാൻ പറഞ്ഞു, സാറേ പറയാം, ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പടിക്ക് പോയി. ഇപ്പൊ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതായിട്ട് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഈ മേഡം എന്നെ വിളി, ഞാൻ ഫോൺ എടുക്കില്ല. അപ്പോൾ എപ്പോഴും എന്റെ വൈഫിന്റെ നമ്പർ ഈ പുള്ളിക്കാരി മേടിച്ചായിരുന്നു. അങ്ങനെ മേഡം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ ഫോൺ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ കാസർഗോഡ് ഒരു ടീം വരുന്നുണ്ട്, സാറിന് അതിന് മുമ്പ് ID വെച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ വിചാരിച്ചു പുതിയ അടവ് കൊണ്ട് ഇറങ്ങിയിട്ട്, രാഷ്ട്രീയക്കാരനാകുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചാടൂല്ലോ ഒന്നിലും പോയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആള് ഭയങ്കര മിടിക്കുകയാണല്ലോ, ആളെ തരാമെന്നും പറഞ്ഞ് എന്റെ ID അടിക്കാനല്ലേ. ഞാൻ പറഞ്ഞു, മേഡം അടിച്ചു, കുഴപ്പമൊന്നുമില്ല, കാസർഗോഡല്ലേ, എനിക്ക് വേണ്ട, ഞാൻ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, അതങ്ങ് പോയി, ഞാൻ ചേർന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ പ്രൂഫെല്ലാം കൊടുത്തു, പുള്ളിക്കാരി വേണം ID അടിച്ച് എനിക്ക് ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, പുള്ളിക്കാരി ഒരു നമ്പർ ഇറക്കി. എന്റെ അടുത്ത് അത് നടക്കൂല, കാരണം എന്താണ്, ഇപ്പൊ ആളെ തരാം, കാസർഗോഡ് നിന്ന് ഒരു ടീം തരാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പൈസ മേടിക്കാനല്ലേ, നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ 23,000 രൂപ 100 പോയിന്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ആള് പിന്നെ വൈഫിന്റെ നമ്പറിൽ വിളിച്ചു, ഞാൻ എടുക്കാണ്ടായപ്പോൾ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറെന്ത് ചെയ്യാൻ ചോദിച്ചു. അപ്പൊ 8 മണിയാകുമ്പോൾ എന്റെ അടുത്ത് കൊണ്ട് തന്നത്, മാഡം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അല്ല സാറേ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് ഇതാക്കേണ്ട ആവശ്യമുണ്ട്, സാറിന് വേണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. ഇച്ചിരി ഇതായിട്ട് സംസാരിച്ചു. വൈഫ് പറഞ്ഞു, നിങ്ങൾക്ക് അത് സാധനങ്ങൾ മേടിച്ചുകൂടെ, കുറെ ദിവസമായില്ലേ അവരിട്ട് പറ്റിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്താ സാധനം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി. ഞാൻ ചോദിച്ചു, പൈസ എവിടെ? അപ്പൊ പറഞ്ഞു, പൈസ എന്റെ അടുത്തില്ല, ചെയ്യണമെന്ന് പറഞ്ഞു. പൈസ ഒരു പ്രധാനപ്പെട്ട കഷ്ടം. ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുടെ അടുത്തും ലിക്വിഡ് ക്യാഷ് ഇല്ലേ, ഒരു 20,000 രൂപ പെട്ടെന്ന് എടുക്കാൻ ഉണ്ടാവില്ല. അവർക്ക് അസറ്റ് ഉണ്ട്, കുറെ കാര്യങ്ങൾ ബാധ്യതയൊക്കെ ഉണ്ട്. സെയിം അവസ്ഥയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞാല് അപ്പൊ വൈഫ് പറഞ്ഞു, എന്റെ കൂട്ടുകാരി എന്നൊരു പൈസ ഉണ്ട്, അത് എടുത്തിട്ട് ചെയ്തു, എന്നിട്ട് അടുത്ത മാസം തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു, അത് എടുക്കണ്ട, ഇതിന്റെ അകത്ത് ചേർന്നത് എപ്പോഴാ പൈസ ഇട്ടൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ പരിപാടി നിങ്ങൾ ഇറങ്ങിയ പൊലിയാക്കും, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്ര ബന്ധമുള്ളതല്ലേ, ഈ അറിഞ്ഞെത്തും വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ ചെമ്പണ്ണൂർ ഗ്രൂപ്പിന്റെ അല്ലേ,
അരി സാധനമൊക്കെ ഉണ്ടല്ലോ, എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച അരി സാധനം മേടിക്കണം. അപ്പൊ അത് ഇവിടുന്ന് മേടിച്ചു നോക്കാം, നല്ലതാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ, ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ എന്നെ തള്ളി കയറ്റി ഈ സാധനം മേടിപ്പിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കമ്പളക്കാടുള്ള സ്റ്റോറിൽ പോയി സാധനമൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് വീട്ടിൽ ചെന്നു. ഇത് കുടഞ്ഞിട്ട്, ഈ ഗ്രോസറി കിറ്റ് ആണല്ലോ നമ്മുടെ മെയിൻ സാധനം, അതെടുത്ത് കുടഞ്ഞിട്ട്, അപ്പോൾ ഉണ്ട് അതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചേരുമ്പോൾ ഒരു ചോക്ലേറ്റ് എത്ര പേര് കഴിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് ഒരെണ്ണെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ബോച്ച ഭയങ്കര ആളാണല്ലോ, ചോക്ലേറ്റും കൊടുക്കുന്നുണ്ട്, അരി സാധനം മാത്രമല്ല. അങ്ങനെ വിശന്നിരുന്നപ്പോൾ ഞാൻ ഒരെണ്ണത്ത് കടിച്ചപ്പോൾ കമർപ്പ് ചൊവ്വ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, നീ ഈ മേലാൽ ഈ പരിപാടിക്ക് ഇറങ്ങി, ഇത് നോക്കും എന്തോ ഒരു കഴിക്കുന്ന മുട്ടായിയൊക്കെ, ഇതൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റൂല, ഇതിനോട് ആരും ഞാൻ പറഞ്ഞ അപ്പോഴേ ഞാൻ പറഞ്ഞ് ആ പൈസ കളയണ്ടായിരുന്നു, ഞാൻ ചേരണ്ടെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, പുള്ളിക്കാർ വേഗം നെറ്റി കയറി അടിച്ചു നോക്കി, സ്പൈറലൈന എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കി, പറഞ്ഞു ഇതിന് 950 രൂപയ്ക്ക് വിലയുണ്ടല്ലോ, ഇതിനകത്ത് കുറെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുണ്ടാക്കിയ ചോക്ലേറ്റാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും അരി മേടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇതിന്റെ 500 രൂപ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അവിടെ, ഈ പരിപാടി വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം എന്ത് ചെയ്തു, രാവിലെ എണീറ്റ് പുട്ടുണ്ടാക്കി, ഇതിൻ്റെ അത് പുട്ടുപൊടി ഉണ്ടാകും. അപ്പൊ പുട്ടുണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി. അപ്പൊ ഞാൻ ചോദിച്ചത് പുട്ടുപൊടി, ഞാൻ പറഞ്ഞു ബോച്ചന്റെയാണ്, അതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അത് കഴിഞ്ഞ് ചെറുപയർ കറി വെച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മൾ സാധാരണ ചെറുപയറൊക്കെ മേടിച്ച് കറി വെക്കുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാലോ പരിപാടി. അങ്ങനെ ഞാൻ പുറത്ത് പോയി, വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ മീൻ കറി വെച്ചു, എന്നിട്ട് എനിക്ക് തന്നു. എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലേ, ഇതും ബോച്ചന്റെ പിന്നെ ഫിഷ് മസാല ഇട്ടുണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാലോ, അപ്പൊ ഇൻട്രസ്റ്റ് ആയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓൾമോസ്റ്റ് സാധനം കുഴപ്പമില്ല. പിന്നെ ചോറ്, അപ്പൊ എന്നോട് ചോറുണ്ട്, ചോറും നല്ല സൂപ്പറാണ്, ഉണ്ടമട്ട റൈസാണ്, അന്ന് ഗ്രോസറി കിറ്റിലുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല സാധനമാണല്ലോ. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനം എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ നാളെ തെറി പറയില്ല, ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്നാ പിന്നെ കുറച്ച് ആളുകളെ ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചാളെ വിളിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം കേട്ടോ പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഈ അനുഭവം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ തുടക്കത്തിലുള്ള കുറെ അനുഭവങ്ങൾ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ രാഷ്ട്രീയത്തിലായതുകൊണ്ട് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പയ്യനെ വിളിച്ചു. അവനാണ് അത്യാവശ്യം നല്ല ബന്ധമുള്ളത്. അപ്പൊ അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അല്ല സാറേ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട് ഫിജി കാർഡിൽ, നീ ചേരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ചെങ്ങ ഇതൊക്കെ 2-3 വർഷം മുമ്പ് വന്നു പോയത്, താൻ ഇപ്പോഴാണ് അറിയുന്നത്, എന്തെന്നാ കോയാന്നൊക്കെ പറഞ്ഞു. അവൻ ഫോണും കട്ട് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാണ് ആദ്യം അറിഞ്ഞെന്ന് ഓർത്തപ്പോ ഇപ്പൊ ആളറിഞ്ഞു. അങ്ങനെ അവനങ്ങ് വെച്ചു. പിന്നെ ഞാൻ അവിടെ തൊട്ടടുത്ത് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു. കാരണം അപ്പൊ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചപ്പോ ആളിപ്പോ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി വന്നതാണ്, ഇനിയിപ്പോ ഈ ബിസിനസ് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി, ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ആളങ്ങ് ഫോൺ വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും നമുക്ക് പറ്റില്ല, പ്രത്യേകിച്ച് വയനാട്ടിൽ ഒട്ടും നടക്കില്ല, അതുകൊണ്ട് ഈ പരിപാടി പറ്റില്ല. അപ്പൊ വൈകുന്നേരം ആയപ്പോൾ സാറ് വിളിച്ചു. സാറ് ചോദിച്ചു എങ്ങനെയുണ്ട് സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ 2-3 നാളെ വിളിച്ചു, പക്ഷെ അവരൊന്നും ഇത് പറ്റിയില്ല സാറേ, കോഴിക്കോടാണേ പറ്റും, വയനാട്ടിൽ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സാറേ, വയനാട്ടിൽ എനിക്ക് ടീമൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, സാറിനൊക്കെ പറ്റൂതേ, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഒന്ന് ലിസ്റ്റ് എഴുതി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലിസ്റ്റോ? ഞാൻ പറഞ്ഞു സാറേ എൻ്റെ മൊബൈലിലെ നമ്പർ എനിക്ക് കാണാപ്പടം പോലെ അറിയാം, അപ്പൊ ഞാൻ എന്തിനും ലിസ്റ്റ് എഴുതുന്നത്, എന്നാലും സാറൊന്ന് എഴുതിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതി വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു. ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഷോർട്ട് ലിസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. 15 പേരിലേക്ക് സാർ എത്തിക്കുവാണെങ്കിൽ ഞാനും കൂടെ വരാം, എന്നിട്ട് അവരെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. അത് സാർ വരുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ വന്നിട്ട് ഈ വെൽനസും സാധനമൊന്നും ഒരു മനുഷ്യൻ മേടിക്കില്ല. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോടൊക്കെ 2-3 പേരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡെന്നിസ് ഇതിന് പേസ്റ്റ് വില 120 രൂപയാണ്, കടയിൽ 35-40 രൂപയ്ക്ക് പേസ്റ്റ് കിട്ടൂലേ, പിന്നെ ഈ വെൽനസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള കുറെ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു പേടിയായി. സത്യത്തിൽ ഇത് വെൽനസ് ഒക്കെ കഴിച്ചാൽ എങ്ങനെയാവും? അപ്പൊ ഞാൻ പറഞ്ഞു സാറ് വന്നാൽ കുഴപ്പമില്ല, ഇവര് ആളുകളൊക്കെ ഇങ്ങനെ ഇച്ചിരി കുറുക്കന്മാരാണെങ്കിൽ ചോദ്യമൊക്കെ ചോദിക്കും സാറേ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, സാറ് വിളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീട്ടിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു. അങ്ങനെ സാറ് വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ സാധാരണ എന്നോട് ചോദിച്ചു മധുരത്തോട് ചോദിച്ചു. അപ്പൊ സാറ് എനിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറ് ഏതാ പേസ്റ്റ് ഉപയോഗിക്കുന്നത്? പിന്നെ പെപ്സിഡന്റ് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ, അപ്പൊ സാറ് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് സാറിന് അറിയുമെന്ന് ചോദിച്ചു. അതിന്റെ ചെറിയ കുട്ടികൾക്ക് അത് കൊടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, കാരണം അത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതില്ല, അപ്പൊ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അങ്ങനെയുണ്ടല്ലേ സാറേ, ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് സാറ് പറഞ്ഞു നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം, അതായത് ഫിജി കാർഡിലെ നോനി എന്ന് പറഞ്ഞ പേസ്റ്റ്, അതിൻ്റെ അകത്ത് എന്തെല്ലാം കണ്ടന്റ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ വില വെച്ചിട്ട് ഈ പേസ്റ്റ് ഈ 150 ഗ്രാം ഉണ്ടാക്കണം എത്ര രൂപയാവൂ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്ക് അതെല്ലാം കഴിഞ്ഞു. പിന്നെ പറഞ്ഞു നോനി സാർ ഇതൊക്കെ കഴിച്ചാൽ സാർ, അപ്പൊ പറഞ്ഞു ഇതൊരു ജ്യൂസാണ്, നമ്മൾ നെല്ലിക്ക കഴിക്കാറില്ലേ, ആരോ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് കഴിക്കാറില്ലേ, അതിന്റെ ഒരു ജ്യൂസാണിത്. പിന്നെ ഇത് പഞ്ചാബിലാണ് ഉണ്ടാക്കുന്നത്, പഞ്ചാബിലെ ഒരു ഗവൺമെന്റിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്, അവിടെ ഡോക്ടർമാരുണ്ട്, അവര് സർട്ടിഫൈ ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ അങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ആളുകൾക്ക് വിശ്വാസമായി. അപ്പൊ അവർ പറഞ്ഞു സാർ എന്നാ പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് മുടക്കുന്ന പൈസക്കുള്ള സാധനം കിട്ടുന്നുണ്ട്,
പിന്നെ നിങ്ങൾ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ മേടിക്കുന്നത്, ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ സംരംഭമായിട്ടുള്ള ഫിജിക്കാരന്റെ പാർട്ണർഷിപ്പാണ് തരുന്നത്, അത് ഫ്രീ ആയിട്ടാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ സാറേ ഞാൻ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. പിന്നെ അവർക്ക് വലിയ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ജോയിൻ ചെയ്തു. എന്റെ ലെഫ്റ്റ് റൈറ്റും ഒക്കെ ആയി. അപ്പൊ ഞാൻ ഈ പൈസ കൊടുക്കാൻ, എന്റെ പൈസ കൊടുക്കാൻ നേരത്ത് ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു, എന്റെ സുഹൃത്തിന്, ഇവിടെ ഈ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ ഇതുണ്ട്, ഞാൻ ചേർന്നാലുണ്ട് ഇത്ര രൂപയൊക്കെ ആവും. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? അപ്പൊ പറഞ്ഞു ഡെന്നിസ് ഇങ്ങനെയുള്ള കമ്പനികൾ മെസ്സേജ് വിടും, പൈസ ഒന്നും തരാൻ സാധ്യതയില്ല. അവർ മെസ്സേജ് ഒക്കെ വിടും ഇങ്ങനെ മാച്ചിങ് ആയി പൈസ കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അപ്പൊ ആ ക്യൂനെറ്റ് പൊട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ക്യൂനെറ്റിൽ കുറെ ആളുകളൊക്കെ ജോയിൻ ചെയ്ത് പൈസ പോയെന്ന് പറഞ്ഞിരിക്കുന്ന സമയമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആണോ, പക്ഷെ ബോച്ചി ആയതുകൊണ്ട് അങ്ങനെ വഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ചേർന്നു. എന്റെ ലെഫ്റ്റും റൈറ്റും കുറെ ആളുകൾ ചേർന്നു. അപ്പൊ ഞാൻ ഒരു 4000 രൂപ എനിക്ക് കിട്ടണം, ലെഫ്റ്റ് 2 പേരും റൈറ്റ് 2 പേരും ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇപ്പൊ എന്റെ ലെഫ്റ്റും റൈറ്റും 2 പേര് ചേർന്നിട്ടുണ്ട്, എനിക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു 4000 രൂപ ഡെൻസിന് കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊണ്ടുവന്ന ആളുകൾ നാളെ മുതൽ ഒരു 3 പേരെ വെച്ച് ചേർക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ അവര് ചേർന്ന് എനിക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സെയിം പോയിന്റ് എന്ന് പറഞ്ഞു. നമ്മൾ സെയിം പോയിന്റ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു സാറ് നേരിട്ട് ചേർത്താൽ 20 രൂപ കിട്ടും, അവര് സാറിന്റെ ടീമിൽ വന്ന് ചേർത്താലും സാറിന് 20 രൂപ കിട്ടും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ എത്ര പേര് ചേർത്ത് അത്രയും സെയിൽ നടന്നാലോ, അതിനനുസരിച്ച് പൈസ കിട്ടും. അപ്പൊ ഞാൻ ചെയ്തില്ലേലും അവര് ചെയ്താലും എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പിന്നെ കിട്ടും. ഓഹോ അങ്ങനെയാണ്, പിന്നെ വിഷയമില്ല, പിന്നെ അവന്റെ കൂടെ പോയാൽ പോരെ. ഞാൻ അങ്ങനെ പോയി. അതിന്റെ 10 ആള് ലെഫ്റ്റും റൈറ്റും വന്നു. ഞാൻ ഒരാഴ്ച കൊണ്ട് എക്സിക്യൂട്ടീവായി, സെയിൽസ് എക്സിക്യൂട്ടീവായി. കാരണം എനിക്ക് പൈസ ആവശ്യമാണ്. ഞാൻ ഈ മുടക്കിയ പൈസ എനിക്ക് എന്ത് ചെയ്യണം, തിരിച്ച് അവളുടെ കൂട്ടുകാർക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളെ ചേർക്കാന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ ചേർത്തു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഒരു 10 പേര് ചേർന്ന് ലെഫ്റ്റും റൈറ്റും ആയിട്ട്. അപ്പൊ ഞാൻ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലെത്തി. അന്നത്തെ റാങ്ക് ഇത് എനിക്ക് കിട്ടിയില്ല, മൊമെന്റോ കിട്ടിയില്ല. കാരണം വെച്ചാൽ ഞാൻ എക്സിക്യൂട്ടീവായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു, ഡെവലപ്മെന്റ് കഴിഞ്ഞു. 30ാമത്തെ ദിവസം, അതായത് പ്രോഗ്രാം നടക്കുമ്പോഴാണ് നമുക്ക് മൊമെന്റോ തരുന്നത്. അതിന് കഴിഞ്ഞപ്പോൾ ഞാൻ സെയിൽസ് മാനേജറായി. അപ്പൊ ഈ 20,000 രൂപ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ATM ഒക്കെ ശരിയാക്കിയിട്ട്, എന്റെ ATMന്റെ ഇത് ബ്ലോക്കായി കിടക്കാം. അന്ന് ഈ കോവിഡ് സമയമായിട്ട് ബാങ്കൊന്നും തുറക്കില്ലല്ലോ. 2021 ആ സമയത്താണ്, ലാസ്റ്റ് ആയ സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ പോയിട്ട് അതൊക്കെ ശരിയാക്കി. എന്നിട്ട് ATMൽ കൊണ്ട് ATMൽ നമ്മുടെ ATM കാർഡ് ഇട്ടു. എന്നിട്ട് ഞാനൊരു 20,000 രൂപ അടിച്ചു കൊടുത്തു. അപ്പൊ കുറച്ച് പൈസ എന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കറങ്ങുന്ന ഒച്ച കേട്ടു, പൈസ ഇങ്ങനെ എണ്ണുന്ന ഒച്ച കേൾക്കൂലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കൈ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാല് കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതും വെറും 10 ദിവസം കൊണ്ട് ഇത്രയും വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ തീരുമാനിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ സെയിൽസ് മാനേജറായി. ആദ്യത്തെ എന്റെ പെർഫോമൻസ് ബോണസ് കിട്ടിയത് എത്രയെന്ന് പറയും, 15,400 രൂപയാണ്. അപ്പൊ അന്ന് നമ്മൾ പ്ലാൻ പറഞ്ഞു 10,000-നും 20,000-നും ഇടയിൽ കിട്ടും. എനിക്ക് 15,400 രൂപ പെർഫോമൻസ് ബോണസ് കിട്ടി. അപ്പോൾ അതും കൂടെ കിട്ടിപ്പോ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം നമ്മള് ഒരു സാധാ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, ഒരു സാധാ നാട്ടുമ്പുറത്തുകാരനായ ഒരാൾക്ക് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ വരുമാനം നേടിയെടുക്കാൻ പറ്റും. അതും നമ്മുടെ കൂടെയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു വരുമാനം കിട്ടും. സ്ക്രീനിൽ ഒരു ചെറിയ ചേഞ്ച് കാണുന്നുണ്ട് അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സർ? സാറേ ഓക്കെയാണ് സാർ, ഇപ്പൊ ഓക്കെയാണ്. ശരി സാർ. അങ്ങനെ ജോയിൻ ചെയ്തു, അങ്ങനെ പൈസ കിട്ടി, വരുമാനം കിട്ടി. അങ്ങനെ എന്റെ വൈഫും ജോയിൻ ചെയ്തു. വൈഫിന്റെ പേര് അന്ന് അടിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ വൈഫും ഒരു സെയിൽസ് മാനേജറായി. ഞങ്ങളുടെ വീട്ടിലേക്ക് 2 പെർഫോമൻസ് ബോണസ് കിട്ടിയപ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പാർട്ടി മീറ്റിംഗിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയുടെ സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അന്തം വിട്ടുപോയി. കാരണം ഒരു പാർട്ടി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അടിയുണ്ടാക്കുന്ന ഒരു സമയമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു പൊസിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അവരെല്ലാം ഇങ്ങനെ അന്തം വിട്ട്, അത് ഡെന്നിസ് നീ ഒന്നുകൂടെ ആലോചിച്ച് ഇതിന്റെ ഒപ്പം ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ല. കാരണം വെച്ചാൽ 2 കാര്യത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 1-2 ട്രെയിനിങ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോ അതിനകത്ത് എന്നെ ഫീൽ ചെയ്തൊരു കഥയുണ്ട്. നമ്മുടെ സീസറിന്റെ ഒരു കഥ അല്ലെ? അതായത് 2000 വർഷം മുമ്പ്, അതായത് നമ്മുടെ അതിൻ്റെ അകത്ത് ഒരു സാർ പറഞ്ഞതാണ്, 2000 വർഷം മുമ്പ് ജൂലിയസ് സീസർ യുദ്ധത്തിന് പോയി. അതായത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് പടയെ നേരിടാനാണ് പോയത്. അപ്പൊ ഈ സീസർ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, പിന്നെ സീസറിന്റെ നീക്കം കണ്ടിട്ട് ഇത് 3 ഇരട്ടി പട്ടാളക്കാർ ഓപ്പോസിറ്റ് അവിടെ വന്നു നടന്നു. ഇത് പോയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് ഉള്ള ആളെ കണ്ടപ്പോൾ ഇവർ ഞെട്ടി വന്നു. ഇയാളൊന്ന് ഞെട്ടി. പക്ഷെ ഇയാൾക്ക് തോറ്റിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു,
ഡീലിഡസ് ഡെന്നിസ് സാറേ കേൾക്കുന്നുണ്ടോ? ചെറിയ റേഞ്ച് ഇഷ്യൂ ആണ്. ഹോസ്റ്റ് നമ്മുടെ കമ്പനിയാണ്. ആളൊന്ന് ഹോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഡെന്നിസൻ സാറേ. ഇവിടെ ഹോസ്റ്റ് അയക്കുന്ന ലീഡർ ആരാണെന്ന് അറിയില്ല. ഒന്ന് ഡെന്നിസൻ സാർ ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡെന്നിസ് സാർ ഹോസ്റ്റിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഒന്ന് നമ്മളെ ഡെന്നിസ് ഓക്കെ. ഓക്കെ സാറേ, കേൾക്കാവോ സാറേ? ശരി സാറേ, കേൾക്കാവല്ലോ അല്ലേ? കുറച്ച് നമ്മുടെ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പൊ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണേ. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവസാനിക്കും, കുറച്ച് സമയം നമുക്ക് അങ്ങനെ പോയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാല്, ഞാൻ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞ സീസറിന്റെ ഒരു കഥ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം എനിക്കൊന്ന് യുദ്ധത്തിന് വന്നിട്ട് കപ്പൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ആ മുമ്പിലുള്ള പടയെ കണ്ടപ്പോൾ അയാൾ പേടിച്ചു. പക്ഷെ അയാൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ചെയ്തു, ആ സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കപ്പൽ മുഴുവൻ വന്ന് അങ്ങ് കത്തിച്ച് കളയാൻ പറഞ്ഞു, തീയിടാൻ പറഞ്ഞു. അങ്ങനെ കാരണം രാജാവിന്റെ ആജ്ഞ അന്ന് ഒരാൾ പറഞ്ഞ പിന്നെ അതിനെ തിരിച്ചൊരു വാക്കില്ലല്ലോ. അങ്ങനെ അവർ കത്തിച്ച് മനസ്സോടെ കത്തിച്ചിട്ട് പട്ടാളക്കാരെല്ലാം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ മുമ്പിലുള്ള ആളുകളെ ജയിക്കണം. നിങ്ങൾക്ക് സ്നേഹമുള്ള ഭാര്യയുണ്ട്, വീട്ടിൽ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ, അവരെ തിരിച്ച് കാണണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യുദ്ധം ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പിന്നെ കാരണം ഒരു സൈഡിൽ കടലാണ്, വന്ന കപ്പൽ കത്തിച്ചു. ഒരു സൈഡിലുള്ളത് ഇനിയിപ്പോൾ ഇതിനെ ജയിക്കാൻ നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. അങ്ങനെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ശരത് സാറിനെ ഹോസ്റ്റ് ചെയ്യണേ. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, അങ്ങനെ സ്വാഭാവികമായിട്ടും ആ യുദ്ധത്തിൽ എല്ലാവരും വളരെ ശക്തമായിട്ട് എടുത്ത് ആ യുദ്ധം ജയിച്ചു. അങ്ങനെ സീസർ ജയിച്ചു. അപ്പൊ അവർക്ക് കിട്ടിയ ആത്മവിശ്വാസം എന്താ വെച്ചാൽ തിരിച്ചു പോക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ വിജയിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പല മേഖലയിൽ നിന്നാണ് നെറ്റ്വർക്കിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ പല മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക, കുറച്ചു കാലം ചെയ്ത് നോക്കാം, ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പഴയ ജോലിയിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സർക്കാർ ജോലി കിട്ടിയത്. ഞാനിങ്ങനെ സമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഫാർമസി ബാങ്കിൽ ജോലി കിട്ടി. പെർമനന്റ് ജോലിയാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് പിരിഞ്ഞ ആളുകൾക്ക് 1,20,000 ഒക്കെ സാലറി ഒക്കെ മേടിച്ചിട്ടുള്ള ആളുകളാണ് മാനേജറായിട്ടൊക്കെ പിരിയുമ്പോൾ. അപ്പൊ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന ജോലിയാണ്. അപ്പൊ ജോലി കിട്ടി, എന്റെ അപ്പോയിന്റ്മെന്റിൽ 7 പേർക്ക് കിട്ടിയാലും ഒരാൾ ഞാനാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു പ്രതിസന്ധി എന്റെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് അപ്പോയിന്റ്മെന്റ് മേടിച്ചില്ല. അപ്പൊ സാറ് വിളിച്ചിട്ട് ചോദിച്ചു, ഡെന്നിസ് ബാക്കി എല്ലാവരും അന്ന് തന്നെ ചെയ്തു, നീ എന്ത് ചെയ്യാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സാർ അത് ബുദ്ധിമുട്ടായിരിക്കും ഡെന്നിസ്, ബാങ്കിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സർക്കാർ ജോലിയല്ലേ, അതിന് കുറെ മാനദണ്ഡമൊക്കെ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒഴിവാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നെറ്റ്വർക്കിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ വീട്ടുകാർ ഒരാൾ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ ഒരു പെൻഷൻ കിട്ടുന്ന ജോലി കിട്ടിയിട്ട് നീ അത് ഒഴിവാക്കിയിട്ട് ഒരു കാരണം വെച്ചാൽ ഇത് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 9 ലക്ഷം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ജോലിയാണെങ്കിൽ, ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ 50,000 ജോലിയെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അത് വിട്ട് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തന്നെയാണല്ലോ പറയുന്നത്, നാളെ ഇത് തിരിച്ച് പറയരുത്. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ബാങ്കിൽ പോയി അറിയിച്ചു. നെറ്റ്വർക്കിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ഈ കപ്പൽ വെച്ച സീസറിന്റെ ഊട്ടാണ്. കാരണം നമ്മുടെ ജോലി നമ്മൾ ഇല്ലാണ്ടാക്കി, നമ്മുടെ പൊസിഷൻ ഇല്ലാണ്ടാക്കി. അപ്പൊ ഇത് നഷ്ടപ്പെടുത്തിയാല് പിന്നെ എന്ത് നമ്മുടെ മുമ്പിലുള്ളത് കിട്ടാനുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ചെയ്തു കഴിഞ്ഞാല് കുറെ ബുദ്ധിമുട്ടൊക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ നെറ്റ്വർക്ക് ചെയ്തിട്ടൊന്നുമില്ലെങ്കിലും ഒരു കമ്പനിയുടെ SM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതുപോലെ ഞാൻ കമ്പനിയുടെ ഈ ഫിജിക്കാട്ടിലെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു SO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2002. അപ്പോൾ സ്വാഭാവികമായിട്ട്
2000 അപ്പൊ ഇതിനകത്ത് ശതമാനം പ്ലസ് ഒരു 3000 രൂപ അതിന്റെ ശമ്പളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യും, കുറെ ഇതൊക്കെ ഈ ഗോൾഡ് കോയിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ 1000 രൂപ കളക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് 100 രൂപ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കളക്ട് ചെയ്തു, എനിക്ക് ഒരു 10-65 ലക്ഷം രൂപയ്ക്ക് ഞാൻ കളക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ സ്ഥിര ഉപദേശം വന്നു തുടങ്ങി. കാരണം ഡെന്നിസ്, ഈ പൈസയാണ്, ഇത് പോയി കഴിഞ്ഞാൽ ആരോട് ചോദിക്കും, ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കൂലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പേടി തുടങ്ങി. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അന്ന് മാറി. കാരണം എന്താണ്, ആളുകളുടെ പൈസ പോകരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മാറി. കാരണം അന്ന് അങ്ങനെ പല പ്രശ്നം ഉണ്ടായി. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, പിന്നീട് ഞാൻ പിന്നീട് എന്ത് ചെയ്തു, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് കാലം ദീപികയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പൊ ചെമ്മണ്ണൂർ പൊട്ടും എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ചെയർമാൻ പറഞ്ഞൊരു കാര്യം പിന്നീട് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഫിജിക്കാട്ട് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചു. കാരണം അന്ന് ചെയർമാൻ പറഞ്ഞത്, ഞങ്ങൾ കോഴിക്കോട് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ എസ്ഒമാരുടെ. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ സ്വർണ്ണത്തിന് വില 4500 രൂപയാണ് വില. ഇപ്പൊ 2025 ആകുമ്പോൾ 25000 രൂപ സ്വർണ്ണത്തിന് വില വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇതിൽ ചേരുമ്പോൾ ഇതിന്റെ അകത്ത് ആഭരണം ഉണ്ടാക്കി വിറ്റാലൊന്നും വലിയ ലാഭം കിട്ടില്ല. പക്ഷെ ഈ ഇൻഡസ്ട്രി വളരുമ്പോൾ അല്ലെങ്കിൽ ഈ വില കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ലാഭം കിട്ടും. അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്കും ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഈ ജ്വല്ലറി നിക്ഷേപിക്കുന്ന ആൾക്കും തരാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച നമ്മൾ അതേപോലെ സ്വാഭാവികമായിട്ട് നമ്മളെ കൊണ്ട് ഇപ്പോ ഈ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നില്ലേ, ഒരു 2 വർഷത്തിനുള്ളിൽ 65,000 കോടിയിലേക്ക് ഈ ഒരു ബിസിനസ് കയറും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? അതേപോലെ തന്നെ ഞാനൊന്നും വിശ്വസിച്ചില്ല. കാരണം എന്താണ്, ഈ 4500 സ്വർണ്ണം 25,000 രൂപയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് എത്തേണ്ടതല്ലോ. ഇപ്പൊ നമ്മൾ 2025 ജീവിക്കുന്നത് അല്ലെ. ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും ഉണ്ട്, ചെമ്മണ്ണൂർ ഗ്രൂപ്പുകളും ഉണ്ട്, ഞാനും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുന്നത്. എന്നാൽ അതിനകത്ത് വർക്ക് ചെയ്ത ആളുകൾ, എന്റെ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്ത ആളുകൾ എനിക്ക് തോന്നുന്നു 2-3 സൈഡ് വഴി പോണം, അതിന്റെ സൈഡിൽ കൂടെ പോണെന്ന്, അത് പൊളിക്കരുത്. അതിലെ സൈഡിൽ കൂടെ പോ. നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മള് ഫിജിക്കലായിട്ട് ചെയ്യുന്നവർക്ക് പ്രതിസന്ധി എപ്പോഴും ഒരു അവസരമാക്കി മാറ്റുക കേട്ടോ. എന്റെ സൗണ്ട് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാലേ, എനിക്ക് പിന്നീട് ഒരു സ്വാധീനിച്ച ഒരു കഥ ഏതാന്ന് വെച്ചാൽ ചൈനീസ് ബാമ്പുവിന്റെ കഥയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചൈനീസ് ബാമ്പു നിങ്ങൾ ഒരുപാട്, ചൈനീസ് ബാമ്പുവിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു കർഷകൻ ഒരു വ്യത്യസ്തമായ കൃഷി ചെയ്യുക, പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറി കൃഷി ചെയ്യാന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു, കൃഷിയെ കുറിച്ച് പഠിക്കാൻ പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, ചൈനീസ് ബാമ്പു നല്ലൊരു കൃഷിയാണ്, കുറച്ച് മുളച്ചു വരാൻ കുറെ താമസം എടുക്കെങ്കിലും നല്ല കൃഷിയാണ്, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ല ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തു, ചൈനീസ് ബാമ്പു. അങ്ങനെ നട്ടു. ആദ്യത്തെ വർഷം അദ്ദേഹം നനച്ചു. അപ്പോൾ മുളച്ചില്ല. അപ്പൊ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുന്നത്, കാരണം പുതിയൊരു കൃഷി ആ നാട്ടിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം ഒന്നും വന്നില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ആദ്യം സാധാരണ കൃഷി ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്തു, വരുമാനം മേടിക്കാൻ തുടങ്ങി. സത്യല്ലേ? കാരണം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കൃഷിയിൽ ആദായം കിട്ടൂലോ. അപ്പൊ അത് കിട്ടാൻ തുടങ്ങിയപ്പോ എല്ലാരും കുറ്റപ്പെടുത്തി, എടാ നീ ഇതല്ലാണ്ട് നിനക്ക് ഇത് ചെയ്തു കൂടായിരുന്നു, നിനക്ക് ഇപ്പൊ വരുമാനമൊന്നും ഇല്ലല്ലോ. ഭാര്യനെ വിളിച്ച് ഉപദേശിച്ചു, അവനോട് പറഞ്ഞു കൊടുക്കും ഇതൊന്നും ചെയ്യണ്ട, സാധാ കൃഷി, ഇതെന്തോ വേറെ എന്തോ സാധനമാണ്, ഇതൊന്നും മുളയ്ക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പ്രതീക്ഷ, അദ്ദേഹത്തിനോട് ആ വിത്ത് കൊടുത്ത ആള് പറഞ്ഞായിരുന്നു ഇത് കുറച്ച് ലേറ്റ് ആയിട്ടേ മുളയ്ക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം വീണ്ടും വളരെ പ്രതീക്ഷയോട് കൂടി നനച്ചു. അപ്പൊ 2ാമത്തെ വർഷമായപ്പം, ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷി ആയതുകൊണ്ടാണ്, 2ാമത്തെ വർഷം അദ്ദേഹം നനച്ചു. 365 ദിവസമായും മണിയെടുത്തിട്ടും മുള വരുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല, വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭാര്യയൊക്കെ ചോദിച്ചു തുടങ്ങി, അല്ല 2 വർഷമായി വരുമാനമൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്, ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ? അറിയാവുന്നവർ പറയുന്നത് ഇത് ചെയ്യണ്ടെന്നാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് കുഴപ്പമില്ലടി, സൂപ്പർ ആവും, എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ് 3ാമത്തെ വർഷം അദ്ദേഹം ഇത് ചെയ്തു. 3ാമത്തെ വർഷമായപ്പോൾ അത് മുളയില്ല. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു ആശങ്ക തുടങ്ങി. ഇപ്പൊ വൈഫ് പറഞ്ഞു, നിങ്ങൾ ഇത് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? പിന്നെ നാട്ടുകാർ വന്ന് വീണ്ടും ഉപദേശം തുടങ്ങി. പക്ഷെ അദ്ദേഹം അതിന് പിന്മാറിയില്ല. അതായത് 2 വർഷത്തെ എന്റെ എഫേർട്ട് അവിടെ കിടക്കുകയാണ്, ഇനി ഞാനത് പറിച്ചു കളയാൻ പറ്റുമോ? 3ാമത്തെ വർഷം നനച്ചു. 365 ദിവസം കഴിഞ്ഞ് അന്നും മുളച്ചില്ല. 4ാമത്തെ വർഷം അദ്ദേഹം ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരും അദ്ദേഹത്തിന് എതിരായി ശരിക്കും പറഞ്ഞാൽ. 5ാമത്തെ വർഷം ആയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ദിവസം രാവിലെ സാധാരണ നനയ്ക്കുന്ന പോലെ ഇറങ്ങി വന്നപ്പോൾ ഒരു മുള ഇവിടെ കണ്ടു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വേഗം വീട്ടിലേക്ക് ഓടി, എന്നിട്ട് വൈഫിനോട് പറഞ്ഞു, എടി മുളച്ചു, നമ്മുടെ പ്രതീക്ഷ മുളച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എല്ലാ മുളയന്റെ കൂമ്പും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി. അപ്പോ നാട്ടുകാരെല്ലാം വന്ന് അതിശയത്തോടെ നോക്കാൻ തുടങ്ങി. പിന്നെ ഉള്ളൊരു വളർച്ച ഏകദേശം ഒരു 6 ആഴ്ച കൊണ്ട് ആ മുള ഏകദേശം 90 അടി ഉയരത്തിൽ വളർന്നു എന്നുള്ളതാണ്.
6 മാസം മതിയല്ലോ എന്റെ പൂർണ്ണ വളർച്ചയെത്താൻ. അദ്ദേഹം അത് വിറ്റ് കാശാക്കാൻ തുടങ്ങി. അതിനുശേഷം ആ നാട്ടുകാരൊക്കെ പറഞ്ഞു അവൻ എന്തൊരു ഭാഗ്യവാനാണ്, കണ്ടില്ലേ അവന് ഈ കാരണം ഈ മുളയ്ക്ക് നല്ല വിലയാണ്, കാരണം പെട്ടെന്ന് വളരും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുളയുണ്ട്, ഒരു പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞാൽ 6 മാസം ആകുമ്പോൾ അതേ അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരും അല്ലേ. അപ്പൊ അദ്ദേഹം ഇതിങ്ങനെ വെട്ടിയൊന്നു വിൽക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. പിന്നെ ആ നാട്ടിലുള്ള ആളുകളെല്ലാം അതെടുത്ത് കൃഷി ചെയ്യാൻ തയ്യാറായി. ഇതേപോലെയാണ് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂലേ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ ഒരു 10-20,000 രൂപ വരുമാനമുള്ള ആളായിരിക്കും ചിലപ്പോൾ നെറ്റ്വർക്കിലേക്ക് മാറിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 20,000 ഇല്ലെന്ന് മാത്രമല്ല ഒരു റിസൾട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ നമ്മളിങ്ങനെ ഓരോ മാസം കടന്നു പോകുമ്പോൾ നമുക്ക് വലിയ റിസൾട്ടോ വരുമാനം ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു വർഷം ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ചായ കുടിക്കാനുള്ള പൈസ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഇതൊരു 5 വർഷം തുടർച്ചയായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നേരത്തെ മുള വെച്ച ബാമ്പു കൃഷി ചെയ്ത ചൈനീസ് ബാമ്പു കൃഷി ചെയ്ത ഒരു കർഷകന്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം എന്നാൽ കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ വ്യവസായി അല്ലെങ്കിൽ നമ്മുടെ ബോച്ചെ ഈ ഒരു ബിസിനസ് ഫിജിക്കാർഡിലൂടെ എത്തിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഞാൻ 2 വർഷം മുമ്പ് പ്ലാൻ കൊടുത്ത ആൾ ഈ കഴിഞ്ഞ ദിവസം വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട്, കറങ്ങി നിങ്ങളുടെ അടുത്ത് വീണ്ടും എത്തി. അപ്പൊ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്യുവാണോ? ചെയ്യാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മളല്ലെങ്കിൽ മറ്റൊരാള് ഈ ഫിജിക്കാട്ട് എന്ത് ചെയ്യും, ഏറ്റെടുത്ത് എല്ലാ വീടുകളിലും എത്തിക്കും. ശരിയല്ലേ? കാരണം എന്താണ്, ഇതിന്റെ വളർച്ച അത്ര വലുതാണ്. കാരണം ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയാണ്. സ്വാഭാവികമായിട്ട് എന്താ പ്രയാസമല്ലേ അല്ലേ? അതിന്റെ ക്വാളിറ്റി, അതിൽ നിന്ന് ഒരു വരുമാനം അല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നെ പോലെ ഒരാള് ഒരിക്കലും ഒരു ദിവസം വർക്ക് ചെയ്ത മാക്സിമം പോയ 2,000 രൂപ. ഞാനിപ്പോ ബാങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ആവറേജ് മൊത്തം കൂട്ടി നോക്കിയാൽ 2,000 രൂപയായിരിക്കും എന്റെ ഒരു വരുമാനം, ഒരു ദിവസത്തെ വരുമാനം. അത് ഞാൻ 30 ദിവസത്തിൽ ഒരു 20 ദിവസം പണിയെടുത്താൽ മാത്രമേ എനിക്ക് ബാങ്ക് തരുള്ളൂ. അല്ലാണ്ട് ഞാൻ സുഖമില്ലാണ്ട് വീട്ടിൽ കിടന്നാലൊന്നും അവർ ശമ്പളം തരാൻ സാധ്യതയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ അങ്ങനെയല്ലല്ലോ അല്ലേ. ഇപ്പൊ ഞാൻ ഫിജിക്കാട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 3-3.5 വർഷത്തിന് മേലെയായി ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യമൊക്കെ ഒരു 2,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊതിച്ചിരുന്നത് അല്ലെ. 2,000 രൂപ ആഴ്ചയിലെങ്കിലും മാച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. പിന്നെ ഒരു മാസം ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കിട്ടാണ് ഭയങ്കര സന്തോഷമായി. കാരണം ബോണസും ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന വരുമാനം കിട്ടുമല്ലോ. ഈ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എനിക്കൊരു 30,000 രൂപ സീലിംഗ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ പണ്ട് കിട്ടും എന്ന് പറഞ്ഞ സ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സാധനമുണ്ട് അല്ലേ. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും മാറൂലേ. കാരണം വെച്ചാൽ ഒരു ദിവസം 30,000 രൂപ എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് കിട്ടുന്ന മാസം 9 ലക്ഷം രൂപയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ടോട്ടലി എന്റെ വരുമാനം ഏതാണ്ട് 1,33,000 രൂപ എന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ ബാങ്കിലുള്ള ഉദ്യോഗം ഇപ്പോഴും കിട്ടുന്ന 35,000 രൂപ 40,000 രൂപ പിടിച്ച് കഴിയുമ്പോൾ 40,000 രൂപ കിട്ടുള്ളൂ. അപ്പൊ അവരെക്കാൾ ഒരു 3 ഇരട്ടി വരുമാനത്തിലേക്ക് എനിക്ക് കഴിഞ്ഞ മാസം എത്താൻ പറ്റി എന്നുള്ളത് തന്നെ. അതിപ്പോ എല്ലാ മാസവും അതേപോലെ കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അത് അങ്ങനെ വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്താണ്, എനിക്ക് മുമ്പ് ആൾക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ സ്വപ്ന മേഡത്തിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ സബിത മേഡത്തിന് കിട്ടുന്നുണ്ട്, തോമസ് സാറിന് കിട്ടുന്നുണ്ട്, പ്രജീഷ് സാറിന് കിട്ടുന്നുണ്ട് അല്ലേ. അതിന് മുമ്പുള്ള ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയാൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇപ്പൊ ഇതിന്റെ അകത്ത് സുരേഷ് സാറുണ്ട്, സാറിന് കിട്ടിയിട്ടെന്ന് പറഞ്ഞ പോസ്റ്റ് കണ്ടു. അതുപോലെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തു, സീലിംഗ് ഒരു ദിവസം 30 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു മാസം 9 ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. എന്റെ കഴിഞ്ഞ ദിവസം എന്റെ ടീമിൽ ഒരാൾ പറഞ്ഞു, സാറേ ഒരു വർഷം ഒരു റാങ്കാണ് അച്ചീവ് ചെയ്യുന്ന കൂട്ടിക്കോ. ഒരു കഴിവില്ലാത്ത ആൾ വന്നിട്ട് ഇതിന്റെ അകത്ത് അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന കൂട്ടിക്കോ. ഒരു വർഷം ഒരു റാങ്ക് ആണെങ്കിൽ 13 വർഷം കൊണ്ട് 13 റാങ്ക് എത്തൂല്ലോ അല്ലേ. സപ്പോസ് ഒന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 കോടി രൂപയാണ് 13ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. 4 കോടി രൂപ ഇൻഡു ഹരിക്കണം 13 വർഷത്തെ 12 കൊണ്ട് കൂട്ടി എത്ര ഉണ്ടാവും? ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2.5 ലക്ഷം രൂപ പെർ മന്ത് നമുക്ക് വരുമാനമുണ്ട്. അതായത് ജോയിൻ ചെയ്ത ആ മാസം മുതൽ നമുക്ക് 2.5 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കും. നമ്മൾ ഇതല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോ ഒരു 10 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു ബിസിനസ് ചെയ്താലേ നമുക്ക് എത്ര രൂപ വരുമാനം കിട്ടും അല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഈ 1920 1 രൂപ ജീവിക്കാൻ പറ്റുന്നൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞു. നമ്മളൊന്നും ഇപ്പൊ അറിയത്തില്ല, നമുക്ക് നമ്മളാ കാലത്ത് ഇല്ലായിരുന്നു. 40 ആയപ്പോൾ 10 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റിയെന്നാ പറയുന്നത്. നമ്മളും ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ട് പോലും ഇല്ല. 1960 ആയപ്പോൾ 100 രൂപ. അപ്പൊ ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടാവും ആ കാലഘട്ടത്തിൽ ജനിച്ചത്, പക്ഷെ ഓർമ്മ ഉണ്ടാകാൻ വഴിയില്ല അല്ലെ. 1980 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിക്കും എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കുറച്ച് ഊഹിക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ ജനിച്ച ഒരു സമയമാണ്. ജനിച്ചല്ലോ കേട്ടോ, ആ സമയത്താണ് ഞാൻ ജനിച്ചത്. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. 2000 ആയപ്പോൾ എന്ത് ചെയ്തു, 10,000 രൂപ. അപ്പൊ അത് കറക്റ്റാണ്. 2020 ആയപ്പോൾ ഇവര് 40,000 രൂപയുടെ ഒരു കുടുംബം ആവറേജ് എന്ത് ചെയ്യും, ജീവിക്കും. നമുക്കിപ്പോ റേഷൻ അരി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ പൈസക്ക് പട്ടിണി കിടന്നൊക്കെ ജീവിക്കാം കേട്ടോ. പക്ഷെ ഒരു ആവറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാമിലിയിൽ അത്യാവശ്യം ചിലവൊക്കെ നോക്കുകയാണെങ്കിൽ 40,000 രൂപയൊക്കെ ഇപ്പൊ വേണം. അങ്ങനെയാണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു സർവേ പറയുന്നത് എന്നാ അറിയോ, 30 ഒരു മാസം 1 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു. 2030 ഇനിയിപ്പോ നമുക്കൊരു 5 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ചില ഈ നെറ്റ്വർക്കിൽ വന്നിട്ട് ഈ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നമുക്ക് അതുമായി മുന്നോട്ട് പോവാം. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടാകണം. ഇല്ലേ എങ്കിൽ നമ്മൾ ഓർത്ത് നോക്ക്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ പാവപ്പെട്ടവരുണ്ട് അല്ലേ. ഇപ്പൊ ഞാനൊക്കെ ചിന്തിക്കുന്ന വെച്ചാൽ മാനന്തവാടി ടൗണിൽ പോയ കുറെ തെരുവിൽ കിടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ID കാർഡൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഒരു പരിധി വരെ ആർക്കും സഹായിക്കാൻ കഴിയുന്നില്ല അവരെ. അപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എത്ര പേര് സഹായിക്കാൻ വരുന്നുണ്ട് അവരെയൊക്കെ. ഒരു പരിധി കൂടുതലൊന്നും ആരെയും സഹായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നേരത്തെ ശരത് സാർ പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഫിജിക്കായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനൊരു വയനാട്ടുകാരൻ, സാധാരണ ഒരു പിന്നോക്ക ജില്ലയാണ് അല്ലേ. ട്രെയിനോ കടലോ ഒന്നും ഇല്ലാത്തൊരു ജില്ലയാണ്. ചുരം കയറാതെ ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. സാധാരണ പാവപ്പെട്ട ആളുകളുള്ള ഒരു സ്ഥലമാണ്. വലിയ പദ്ധതികളൊന്നും വരാത്ത ഒരു പ്രദേശമാണ്. അപ്പൊ അവിടുന്നൊക്കെ എന്നെ പോലെ ഒരാൾക്ക് വന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ സാധ്യതയുള്ള ആളുകൾ, കുറെ കൂടെ കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ് സൂട്ടബിൾ ആണ്. നമുക്ക് വേറൊരു ബിസിനസ് വെച്ച് നോക്കുമ്പോൾ റിസ്കേ ഇല്ല എന്ന് പറയാം ഇല്ലേ. ബാക്കിയുള്ള ബിസിനസ്സിൽ നമ്മൾ 10 ലക്ഷം മുടക്കിയാൽ അത് നഷ്ടം വന്നാൽ 10 ലക്ഷം നമ്മുടെ പെടലേക്ക് ഇരിക്കും. ഇവിടെ നമ്മൾ ആകെപ്പാടെ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനം, അപ്പൊ ഒരു പൈസയും നമ്മൾ മുടക്കുന്നില്ല, ഫ്രീ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പൊ അതൊന്ന് പ്രൊമോട്ട് ചെയ്യുക അല്ലേ. ബോബി സാറിന് ഇപ്പൊ പരസ്യം കൊടുത്ത എല്ലാ വീട്ടിലേക്ക് ഈ ആശയം എത്തിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മളെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിൻ്റെ അത് പാർട്ട്നേഴ്സ് ആയിട്ട് ചേർത്തു. നമുക്ക് ഇങ്ങനത്തെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളുകളെയൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് അറിവില്ലാത്ത ആളെ ചേർത്തിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇച്ചിരി പ്രയാസമാണ്. ഒരുപാട് സംശയവും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്. അപ്പൊ ആ വ്യക്തിയുടെ കൂടെ ശരത് സാറിനെ ഹോസ്റ്റ് ചെയ്യണം കേട്ടോ. ഹോസ്റ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ശരത് സാർ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വളരെ ആത്മാർത്ഥമായിട്ട്. കാരണം വെച്ചാൽ ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ രക്ഷ ഉണ്ടാവും. നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2030 ആ 30ന്റെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലേ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടുകൂടെ. ഇപ്പൊ എനിക്കൊന്ന് പുൽപ്പള്ളിയിൽ ഒരു അമ്മച്ചിയുണ്ട്, സാധാരണ ഇറച്ചിക്കറി വെച്ചും കപ്പ ബിരിയാണി ഉണ്ടാക്കിയൊക്കെ ഫേമസ് ആയ ഒരു അമ്മച്ചി, 80 വയസ്സുണ്ട്. അദ്ദേഹം മോനോട് കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് പൈസ ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടകത്തെ മുഴുവൻ പുഴുങ്ങിയിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്തു, വീഡിയോ ഒക്കെ വൈറലായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം ഇപ്പൊ ബിസിനസ് വേറെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആളുകളുണ്ട് വീട്ടിലെ ചെറിയ തമാശകൾ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് അത് കുറെ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ചേർന്ന്. ഞാനാണോ ഹോസ്റ്റ്? ഓക്കെ. ഓക്കെ, സാറിനെ ആക്കിയിട്ടുണ്ട് സാറേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ കാശുള്ളവനും കാശില്ലാത്തവനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ നമുക്കിത് ഏറ്റെടുക്കാനുള്ള ഭയം നമ്മൾ പൊട്ടിച്ച് കളയാം. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ചിലപ്പോൾ സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും. പക്ഷെ നമ്മൾ സക്സസ് ആകുന്നതോട് കൂടിയിട്ട് ആ നെഗറ്റീവ്സ് അവിടെ നിന്ന് മാറും. നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവർ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് 2030 എന്തായി തീരണമെന്ന് നമ്മൾ ഇപ്പോഴാണ് ആലോചിക്കേണ്ടത്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് 2030 നമുക്ക് വരുമാനമായിട്ട് മാറുന്നത്. നമ്മൾ നിലവിലുള്ള നേരത്തെ ആ കർഷകന്റെ കൃഷി പറഞ്ഞ പോലെ നിലവിലുള്ള ആ കൃഷിയാണ് തുടരുന്നെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാലം കാത്തിരിക്കാനും കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ നമുക്ക് 2030 ആകുമ്പോഴത്തേക്കും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിക്കും. നമുക്ക് ആ ഫാമിലിയിൽ കുറേ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനും വലിയ രീതിയിൽ നമുക്ക് കുറെ ആളുകളെ സഹായിക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഞാൻ 2 വാക്ക് കവിതകളെ ചൊല്ലി ഞാൻ എൻ്റെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എൻ്റെ വൈൻസെഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്തു, എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്ര വലിയൊരു പ്രഭാഷകനൊന്നുമല്ല. പക്ഷേ എനിക്കൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരൻ്റെ കൂട്ട് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരു സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് 2 വാക്ക് ഇങ്ങനെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മളിത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് മാത്രമല്ല വരുമാനം ഉണ്ടാവും, സമൂഹത്തിന്റെ പല മേഖല ആളുകളും ഇതിലൂടെ രക്ഷപ്പെടും. അവർക്കും കൂടെ വീട്ടിൽ വരുമാനം കിട്ടും, അവർക്കും ആ സന്തോഷം ഉണ്ടാവും. അപ്പൊ ബോച്ചെ സന്തോഷിക്കുന്ന പോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ചെയ്യുമ്പോൾ മുതലാളി പോലെ നമ്മളൊരു തൊഴിലാളിനെ വെച്ചിട്ടല്ലോ ചെയ്യുന്നത്, പാർട്ട്ണറെയാണല്ലോ അല്ലെ. നമുക്ക് ഒരാൾ പോലും തൊഴിലാളിയില്ല, നമ്മുടെ കൂടെ വരുന്നവരെല്ലാം പാർട്ട്നേഴ്സാണ്. അപ്പൊ അവരുടെ കൈ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ഫിജിക്കാട്ട് അല്ലാണ്ട് മറ്റേതാണുള്ളത്. സത്യത്തില് ബോച്ചെ പോലെയുള്ള ആൾ ഇനിയിപ്പോ കേരളത്തിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം ഇത്രയും ഒരു വലിയ മനസ്സുള്ള എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എത്ര ആളുകൾ അദ്ദേഹം ദിവസം പോലും സഹായിക്കുന്നു. അപ്പൊ അദ്ദേഹം പബ്ലിസിറ്റിക്കാന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ പബ്ലിസിറ്റി വേണ്ടേ, അവർ പരസ്യം കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ബോബി സാറ് സാധാരണക്കാർക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്നു നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. അപ്പോ മറ്റു മുതലാളിമാരെ പോലെ സ്വന്തം ജീവിതം മാത്രം സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ കണ്ണില് നോവ് അല്ലെ, അവരുടെ വേവുന്ന ഹൃദയത്തിൽ നിന്ന് കടംബാധ്യതയാകാം, പല പ്രശ്നങ്ങളാകാം. അപ്പൊ അവരുടെ ആ കലങ്ങിയ കണ്ണുകളിലെ കണ്ണുനീര് തുടച്ചു നീട്ടാൻ എനിക്ക് തോന്നുന്നു ഫിജി കാർഡിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവർക്കും ഒരു ധൈര്യമാവും, അവരും രക്ഷപ്പെടും. അങ്ങനെ അവരെ എല്ലാം സഹായിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സായിട്ട് നമുക്ക് ഫിജി കാർഡിലൂടെ മുന്നേറാം. വളരെ ശക്തമായി സംഘടിച്ച് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളെ വിജയത്തിലേക്ക് എത്തിക്കാം. ഒപ്പം നമ്മുടെ ബിസിനസ്സും സ്ട്രോങ് ആവും, നമ്മുടെ ജീവിതവും മാറ്റം വരും. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.